ഹായ്, നമസ്കാരം. ഇന്ന് നമ്മുടെ റിപ്പോർട്ടിലേക്ക് എങ്ങനെ ഹെഡറും ഫൂട്ടറും ആഡ് ചെയ്യാമെന്നും റെഫറൻസുകൾ എങ്ങനെ സൈറ്റ് ചെയ്യാമെന്നും നമുക്ക് പഠിക്കാം. ഗൈസ്, യു ആർ വാച്ചിങ് എലാസ്റ്റ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമേ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ബേസിക് പ്രൊജക്ട് റിപ്പോർട്ട് 4.zip എന്ന ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഓവർലീഫിലേക്ക് അപ്ലോഡ് ചെയ്യുക. നമ്മുടെ റിപ്പോർട്ടിലേക്ക് ഹെഡറും ഫൂട്ടറും ആഡ് ചെയ്യാൻ വേണ്ടി ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് മെയിൻ ടെക്സ്റ്റിൽ യൂസർ പാക്കേജിന് ശേഷം ഇൻപുട്ട് ചെയ്തിരിക്കുന്നു. ഹെഡറിനും ഫൂട്ടറിനും വേണ്ടിയുള്ള ഒരുപാട് ടെംപ്ലേറ്റുകൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ കൺവീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയ ഫാൻസി ഹെഡർ എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. അതിനായി നമുക്ക് നമ്മുടെ കോഡിലേക്ക് പോകാം. ഫാൻസി HDR എന്നൊരു യൂസർ പാക്കേജാണ് നമ്മൾ ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെംപ്ലേറ്റിന് വേണ്ടി ആവശ്യം. ഫാൻസി ഫൂട്ട് L എന്നത് ഫൂട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എലാസ്റ്റ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടന്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫാൻസി ഫൂട്ട് R, അതായത് ഫൂട്ടറിൻ്റെ റൈറ്റ് സൈഡിൽ ദ പേജ് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ പേജ് നമ്പറും ആഡ് ചെയ്തിരിക്കുന്നു. ഹെഡറിൻ്റെ കണ്ടന്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് R head, L head എന്നിങ്ങനെ രണ്ട് കമാൻഡ് ഉപയോഗിച്ചിരിക്കുന്നു. R head റൈറ്റ് സൈഡിലേക്കും L head ലെഫ്റ്റ് സൈഡിലേക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി എങ്ങനെ റെഫറൻസുകൾ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി യൂസർ പാക്കേജിൻ്റെ ടെക്സ്റ്റിൽ നമ്മൾ രണ്ട് പുതിയ ലൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ലൈൻ യൂസർ പാക്കേജിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ലൈൻ sample.bib എന്നൊരു ബിബ്ലിയോഗ്രഫി ഫയലിനെ ആഡ് ബിബ് റിസോഴ്സ് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സാധാരണ റിപ്പോർട്ടിന് റെഫറൻസ് നോക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഓരോരോ ഡീറ്റെയിൽസിനും ഓരോരോ ഫോണ്ട് സ്റ്റൈലാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ റെഫറൻസുകൾ ആഡ് ചെയ്യുന്നത്. സാധാരണയായി ഒരുപാട് കാറ്റഗറീസ് ഓഫ് റെഫറൻസുകൾ ഉണ്ടെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്നത് ആർട്ടിക്കിൾ, ബുക്ക്, ഓൺലൈൻ എന്നിങ്ങനെ കുറച്ച് കാറ്റഗറീസ് ആണ്. ഇവയുടെ എല്ലാം ഡേറ്റ എൻട്രിയും വ്യത്യാസമുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഏത് കാറ്റഗറിയാണ് ഉപയോഗിക്കുന്നത് ആ കാറ്റഗറി ആദ്യം അറ്റ് ഉപയോഗിച്ച് എഴുതുക. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾ എഴുതിയപ്പോൾ അറ്റ് ആർട്ടിക്കിൾ എന്ന് എഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആ റെഫറൻസിന് ഒരു പേര് നൽകുക. അതിനുശേഷം ഓരോരോ ഡീറ്റെയിൽസ് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അതായത് ടൈറ്റിൽ, ഓതർ, വോളിയം, ജേർണൽ, നമ്പർ, പേജ്, ഇയർ എക്സെട്ര. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കാറ്റഗറിയും എഴുതുക. ആദ്യം ഒരു നെയിം നൽകുക, അതിനുശേഷം ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് ഫില്ല് ചെയ്യുക. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുമ്പോൾ ഫ്ലവർ ബ്രേസിനുള്ളിലോ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്തോ കൊടുക്കാവുന്നതാണ്. മെയിൻ ടെക്സ്റ്റിലേക്ക് വന്നിട്ട് /print ബിബ്ലിയോഗ്രഫി എന്നൊരു കമാൻഡ് ഇവിടെ ആഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്ത റെഫറൻസുകൾ പ്രിന്റ് ആവുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് റീകമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു എംപ്റ്റി എറർ ഫോം ചെയ്തു. അതായത് നമ്മൾ ആഡ് ചെയ്ത റെഫറൻസുകൾ റിപ്പോർട്ടിൽ സൈറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് റെഫറൻസ് പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനുവേണ്ടി റെഫറൻസുകൾ എങ്ങനെ സൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. റെഫറൻസുകൾ സൈറ്റ് ചെയ്യാൻ വേണ്ടി എവിടെയാണോ സൈറ്റേഷൻ കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം /cite എന്ന കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ റെഫറൻസിന് നൽകിയ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. അങ്ങനെ നമുക്കുള്ള റെഫറൻസുകൾ എല്ലാം സൈറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് റീകമ്പൈൽ ചെയ്ത് നോക്കാം. സോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ റെഫറൻസുകളും അതിൻ്റെതായ ഫോർമാറ്റിൽ പ്രിൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് റിപ്പോർട്ടിൽ പോയിട്ട് സൈറ്റേഷനൂടെ ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സൈറ്റേഷനും റെഫറൻസ് നമ്പരും പ്രിൻ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക.